ഹണി റോസ് നിങ്ങൾക്ക് കാണിക്കാൻ പിന്നെ ഇനാഗുറേഷൻ കാണിക്കുന്നില്ല. അല്ല എനിക്ക് പഠിപ്പിക്കേണ്ടിരിക്കുന്ന ഭർത്താവിനെ. അദ്ദേഹം ചോദിച്ച ഉത്തരമായിരിക്കും തയ്യൽക്കാരിയാണോ ഈ ക്യാമറയ്ക്ക് വേണമെങ്കിൽ കണ്ടോ മടക്കിയോ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ സിംഗറിന്റെ അനിയൻ അതാരാ? അപ്പൊ ഓക്കെ. സാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊന്നും വേണല്ലോ, സാരി ചുരിദാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിക്കണം. നല്ലൊരു പരിധി വരെ നമ്മളെ കയ്യിൽ നിന്ന് കുറെ പൈസ നമ്മള് മേടിക്കുന്ന പേയ്മെന്റില് അത്യാവശ്യം പകുതി മുക്കാലും പോകും. നോക്കുന്നുടക്കള്ള കണ്ട സത്യം മാറ്റാൻ പറയാം. കാരണം എന്ന് വെച്ചാല് ഇവൻ ഇങ്ങനെ നോക്കും. റേഷൻ കടയിൽ പോയാലും കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷെ കിട്ടി, നല്ല രീതിക്ക് കിട്ടി. ലോട്ടറി അടിച്ച് എനിക്ക് അടിച്ച്. നിങ്ങളുടെ സീരിയലിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ താൻ തന്നെ സെലക്ട് ചെയ്യുന്നതാണോ? പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കാസർഗോഡ് പയ്യന്മാരുടെ സ്റ്റൈലും ഈ പറയുന്ന ഫാഷൻ സെൻസും ഭയങ്കര അപാരമാണെന്ന്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നല്ല അല്ലേ? ഇല്ല ഷർട്ടും ഇപ്പൊ ജീൻസ് ആണെങ്കിലും നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഈ കുട്ടിയുടെ പാന്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്താണ് ഇതിന്റെ പ്രിന്റിന് എന്തൊക്കെയോ ഉണ്ടോ? പ്രിന്റ് ഉള്ള ജീൻസ്, വൈറ്റിൽ പ്രിന്റ് വരുന്ന സത്യം പറഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് സിദ്ധാർത്ഥ് കെവൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഷോയ്ക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് ഇരിക്കും വന്ന് ഇറങ്ങുന്നത്. അതാണ് ഭയങ്കര, നമ്മൾ ആരും പ്രതീക്ഷിക്കത്തില്ല. നമ്മളവിടെ ഏറ്റവും നോർമൽ എന്ന് വെച്ചാൽ ഫാഷൻ അതന്നെ, സ്ക്രാച്ച് ഫാഷൻ ആണ് അവിടെ. അതങ്ങനെ അടുത്ത കടയിൽ പോണേ സ്ക്രാച്ച് പാന്റും നമ്മൾ ഗ്ലാസും വെച്ച് കയ്യിൽ ഗ്ലാസ് റേഷൻ കടയിൽ പോയാലും അല്ല സീരിയസ് ആയിട്ട് ഇവനിപ്പോ ലൊക്കേഷൻ ആണെങ്കിൽ ഭയങ്കര ഫാഷൻ. അതായത് ആ ഒരു കാര്യത്തില് എത്ര നേരം എടുക്കുന്ന ഒരു മുടിയൊക്കെ ചീവി അതന്നെ കോമ്പ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. അല്ല ഞാൻ സീരിയലിലേക്കുള്ള ഓൾമോസ്റ്റ് ഫസ്റ്റ് ഒക്കെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടക്കിടക്ക് വേണ്ടി വരുമല്ലോ, അപ്പൊ ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യും. കൊച്ചിന്നും ചെയ്യും, കുറച്ച് കടകളുണ്ട്. ഇന്റർവ്യൂവിന് കഴിഞ്ഞ ശേഷം കടകളുടെ പേര് പറഞ്ഞു പോവാ അല്ലേ? കൊച്ചിന്ന് പർച്ചേസ് ചെയ്യും, പിന്നെ മോളിൽ പർച്ചേസ് ചെയ്യും കുറച്ചൊക്കെ. ഓക്കെ. ഈ പറഞ്ഞ സാരിയാണ് നമ്മൾ എല്ലാ തവണയും എടുക്കുന്നത്, എല്ലാ സീനിലും ഇത്രയും സാരി പർച്ചേസ് ചെയ്യുക. നമ്മളെ സാമ്പത്തികമായിട്ട് കുറെ പൈസ പോലോ കഴിയുന്നു സാരിക്ക് വേണ്ടിട്ട് മാത്രം അല്ലേ? അതെ. എന്റെ കുറെ സാരി ശരിക്കും പറഞ്ഞാ പോയിന്ന് വെച്ചാല് വെള്ളം കേറിയിട്ട് ഫ്ലഡ് വന്നപ്പോഴല്ല, ഇവിടെ ഈ കഴിഞ്ഞ മഴ സമയത്ത് ഞാൻ കോസ്റ്റ്യൂം വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 4 ബാഗോളം എന്റെ സാരി എനിക്ക് തോന്നുന്നു വലിയൊരു നഷ്ടമായിരുന്നു. അത് കുറെ വെള്ളം കേറി നമ്മളവിടെ ഷെഡ്യൂൾ പാക്കപ്പ് ആയിരുന്നു. അപ്പൊ നമ്മളെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ നമ്മളുടെ ആരും വെക്കില്ല, നമ്മൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഈ ലേഡീസിന്റെ കോസ്റ്റ്യൂം ഒക്കെ നമ്മളെ മേക്കപ്പിന്റെ അല്ലെങ്കിൽ ഈ ക്രൂസ് നിൽക്കുന്ന ഒരു വീടുണ്ട്, അവിടെ നോർമലി അത്യാവശ്യം മഴ വന്നു കഴിഞ്ഞാൽ ആ ഏരിയ വെള്ളം കയറും. അന്ന് കുറച്ച് കൂടുതൽ മഴ വന്നു, ഇവരാരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും പാക്ക് ചെയ്ത് പോയി. അവിടുന്ന് ഷെഡ്യൂൾ ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് എല്ലാവരും പോകും. അതെ, 2 വർഷമായിട്ട് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അന്നേരം അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും കൂടുതൽ എന്റെ കുറെ സാരീസ് എല്ലാം പോയി. ഞാനൊരു ഷൂട്ടിന് വേണ്ടിട്ട് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഞാൻ വന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച എല്ലാം നനഞ്ഞ്, അതായത് ചീത്തയായിട്ടിരിക്കുന്നത്. അതായത് അടുത്ത കണ്ടിന്യൂറ്റി ഞാൻ നോക്കുമ്പോൾ എല്ലാം അങ്ങനെ നിൽക്കണം. അപ്പം ഞാൻ വാഷ് ചെയ്യാനുള്ള മാത്രമേ കൊണ്ടുപോകുള്ളൂ. അപ്പൊ എന്റെ കയ്യിൽ ആകെ ഉള്ളത് വാഷ് ചെയ്യാൻ കൊണ്ടുപോയ കുറച്ച് സാരീസ് മാത്രമേ ഉള്ളൂ. എനിക്ക് ആകെ വല്ലാതെ, കാരണം പുതിയ സാരി സിദ്ധാർത്ഥന്റെ കല്യാണത്തിന് വേണ്ടി മേടിച്ച സാരി വരെ നശിച്ചു. ഒന്നും ചെയ്തില്ല. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു എനിക്കൊണ്ടേ കളഞ്ഞേര്. എത്ര നമുക്ക് വേറെ, കാരണം അവരുടെ ഭാഗത്ത് ഫോൾട്ട് ഇല്ല, എന്റെ ഭാഗത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇത് ഇത്രയും കൊണ്ടുപോകണ്ടല്ലോ വെച്ചാൽ അവിടെ വെച്ചത്. അപ്പൊ ആരും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അതൊക്കെ എടുത്ത് സെറ്റ് ആക്കിയാനെ. പിന്നെ അത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് കണ്ടിന്യൂറ്റി സാരി ഇട്ട് കൊടുത്തു. ഉപയോഗിക്കാൻ പറ്റിയോ? ഇല്ല, ഒരു സാരി മാത്രം ആ പറഞ്ഞ കണ്ടിന്യൂറ്റി. പിന്നെ ഞാൻ അടുത്ത ദിവസം പോയിട്ട് സാരി എല്ലാം പിന്നെ ഒന്നേ നോട്ട് ഞാൻ മേടിച്ച് ഇപ്പൊ പിന്നെ മേടിച്ചുകൊണ്ടിരിക്കുന്ന സാരീസ് ഒക്കെ
ഇപ്പൊ 2 പെട്ടിയായി. ഇത് ഈ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും ഇപ്പൊ സാധാരണ ആയിട്ടുള്ള ഓഡിയൻസിന്, അതായത് സിനിമയിൽ പോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്ഷനിൽ നിന്ന് കോസ്റ്റ്യൂംസ് തരുമെന്നായിരിക്കും എല്ലാവരും അതെ അതെ അങ്ങനെയല്ല, വിചാരിച്ചല്ലോ. ഒരിക്കലല്ല. സിനിമയിലാന്നുണ്ടെങ്കിൽ കോസ്റ്റ്യൂം അവർ തരും, പക്ഷെ സീരിയലിലാന്നുണ്ടെങ്കിൽ നമ്മുടെ അളവിനും കാര്യങ്ങൾക്കും പറ്റിയ നമ്മൾ കോസ്റ്റ്യൂം നമ്മൾ തന്നെ എടുക്കണം. കോസ്റ്റ്യൂമും ഓർണമെന്റ്സും അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട മേക്കപ്പ് സാധനങ്ങൾ ഉൾപ്പെടെ. അവിടെ മേക്കപ്പ് മാൻ ഉണ്ട്, മേക്കപ്പ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പം ലിപ്സ്റ്റിക് ഒക്കെ നമ്മുടെ ഷെയ്ഡ്സ് നമുക്കെല്ലാം അറിയത്തുള്ളൂ, അപ്പൊ അതൊക്കെ നമ്മൾ തന്നെ മേടിക്കണം എല്ലാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ IAS ക്യാരക്ടർ ആവുന്ന സമയത്ത് അവര് ചിലപ്പോ ഇച്ചിരി വില കൂടിയ ഡ്രസ്സൊക്കെ ആയിരിക്കുമല്ലോ ധരിക്കേണ്ടി വരിക. ഇപ്പൊ സെയിം തിരിച്ചും ഇപ്പൊ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നതുകൊണ്ട് അത്രയും പൈസ മുടങ്ങി നമ്മള് സ്യൂട്ടും കോട്ടും ഒക്കെ വാങ്ങിക്കണ്ടേ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ പോവില്ലേ? അപ്പം നമ്മളത് മേടിക്കുന്ന അനുസരിച്ച് പേയ്മെന്റ് കൂടുതലാണ്. ഇല്ല, എനിക്ക് വേറൊരു സീരിയൽ ചെയ്യുന്നുള്ളതില് എനിക്ക് സ്യൂട്ട് അവര് തരുന്നതാണ്. സ്യൂട്ടൊക്കെ അവര് തരും. ഇപ്പൊ സ്യൂട്ട് അല്ലെങ്കിൽ അങ്ങനെ ഓഫീസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം അവര് തരും. അവര് അത് കോസ്റ്റ്യൂമേഴ്സിന്റെ ഡ്യൂട്ടി, അത് അവര് തരും. അത് അല്ലാതെ ഇപ്പൊ സാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊന്നും വേണമല്ലോ, സാരി ചുരിദാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിക്കണം. നല്ലൊരു പരിധി നമ്മളെ കയ്യിൽ നിന്ന് പൈസ അത്യാവശ്യം പകുതി മുക്കാലും പോകും. കാരണം ഒരു ദിവസം തന്നെ ചിലപ്പോ ഒരു 10-11 സാരിയൊക്കെ മാറേണ്ട അവസ്ഥയൊക്കെ വരും, അതിൽ കൂടുതൽ വരും. പറഞ്ഞത് ഒരു ദിവസം ഒരു സാരി നല്ലല്ലോ, അല്ലെങ്കിൽ 2 ദിവസം നല്ല, അത് കൊറേ പോകും. നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമാവും. ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമില്ല. പെണ്ണുങ്ങൾക്കാന്നുണ്ടെങ്കിൽ സാരി മാറണം, അതിന്റെ ഓർണമെന്റ്സ് നോക്കണം, സെറ്റ് ചെയ്യണം, അതിന്റെ ഹെയർ സ്റ്റൈൽ നോക്കണം, അതിന്റെ മേക്കപ്പ്, അങ്ങനെ അതായത് എല്ലാത്തിനും ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോ സമയം എടുക്കും. ഈ നേരത്തെ ഞാൻ ഇന്റർവ്യൂവിന്റെ ആദ്യം ചോദിച്ച പോലെ തന്നെ ഇപ്പൊ ഡാർക്ക് സ്കിൻ ടോൺ അല്ലെങ്കിൽ ഒരു ഡസ്കി സ്കിൻ ടോൺ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ബോഡി വെയിറ്റ് കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും റീസൺസ് കൊണ്ടേ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഇൻഡസ്ട്രിക്ക് അകത്ത് ഫേസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ ഈ സീരിയലിൽ വരുന്നതിനേക്കാൾ മുന്നേ ഒരു സീരിയലിന് വേണ്ടി തന്നെയാണ് ഞാൻ എന്താ പറയാ ഓഡീഷന് പോയിരുന്നത്. അപ്പൊ ആ പോയ സമയത്ത് ലൈക്ക് എനിക്ക് വണ്ണം കുറവായിരുന്നു എന്നുള്ള കാര്യം കൊണ്ട് ഇവര് എടുത്തില്ല. അപ്പം അതിനുശേഷമാണ് എനിക്കിത് വരുന്നത്. അത് ഞാൻ ഓഡീഷനും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ഇതിന്റെ പുറകെ പിന്നെ നിർത്തി. കാരണം വെച്ചാല് കുറച്ചുകൂടി വണ്ണമൊക്കെ വെച്ച് സെറ്റ് ആയിട്ടെല്ലാം പോവാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ അത് എത്തിയില്ല. അതിന് മുന്നേ തന്നെ ഇവര് വിളിച്ചു. അപ്പൊ ആ സമയത്ത് വീട്ടിലായിരുന്നു. അപ്പൊ കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷെ കിട്ടി, നല്ല രീതിക്ക് കിട്ടി. ലോട്ടറി അടിച്ച് ഇപ്പൊ നമ്മൾ ഘോരഘോരം നമ്മൾ എല്ലാ ചർച്ചകളിലും പറയാറുണ്ട്, അതായത് ഇത്തരം ലിംഗഭേദമന്യേ ഇത്തരം മാറ്റങ്ങൾ നമ്മൾ മലയാള സിനിമയിലും സീരിയലുകളിലും വരണം. ഇപ്പൊ നിറത്തിന്റെ ബേസിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതത്തിന്റെ ബേസിലായിക്കോട്ടെ, അത്തരം തമാശകൾ പോലും പാടില്ല, സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പൊ ആസ് എ ഡസ്കി ടോൺ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ഇത്തരം മാറ്റങ്ങൾ വന്നാൽ കൊള്ളായിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ പേരുടെ കഴിവുള്ള എത്രയോ പേര് ഈ പറഞ്ഞ പോലെ. സത്യം. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മള് റീൽസും കാര്യങ്ങളും എടുക്കുമ്പോ തന്നെ അതിൽ ഒത്തിരി പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ എന്താ പറയുക ബോഡി കാരണം അല്ലെങ്കിൽ അവരുടെ സ്കിൻ കളർ കാരണമൊക്കെ ചിലപ്പോൾ കിട്ടാതെ ഉണ്ട്, പക്ഷെ നല്ല കഴിവുള്ള ആൾക്കാരാണ്. അപ്പം ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ സുന്ദരി സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അതായത് ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർക്കും പറ്റും എന്നുള്ള ഒരു ഉദാഹരണമാണ്. കാരണം ഒരു മോട്ടിവേഷൻ കൂടിയാണ്. കാരണം ചിലവര് കളർ കുറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എനിക്കിത് കിട്ടത്തില്ല അല്ലെങ്കിൽ വണ്ണം ഇല്ല അതാരം കിട്ടാൻ, പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കഴിവുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടോ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് അത്യാവശ്യം നല്ല എന്താ പറയാ കളറും കാര്യങ്ങളും ഉള്ളവർക്ക് മാത്രമേ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് കിട്ടിയ കളർ പോലും എന്റെ കളർ പോലും ശരിക്കും എന്താ പറയാ എല്ലാവർക്കും ചില നേരത്തെ എല്ലാവരും പറയും ലൈക്ക് വൈറ്റിനേക്കാളും നല്ലത് ഇങ്ങനത്തെ കളർ. കാരണം നമുക്ക് ഗ്യാരണ്ടി കളേഴ്സ് ആണ്, കാരണം കൂടാനും ഇല്ല കുറയാനും ഒന്നുമില്ല. അപ്പം അത് കാരണം എനിക്ക് കളർ അങ്ങനെയല്ല. ഇപ്പൊ ചിലവര് ഇപ്പൊ നമ്മുടെ ആർട്ടിസ്റ്റുകൾ തന്നെ ഇപ്പൊ നമ്മള് എന്താ പറയാ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെയിലടിച്ചാൽ പറയും നമ്മള് ടാൻ അടിക്കും അങ്ങനെയൊക്കെ. പക്ഷെ എന്താ പറയാ എനിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ഞാൻ വെയിലത്താണെങ്കിലും മഴയുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. സന്തോഷമുള്ളൂ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്റെ ഈ ഒരു കളറും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചത് കൊണ്ടാണല്ലോ എനിക്കിപ്പോ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വേറൊരു കാര്യമുണ്ട് മറിയ, അതായത് സീരിയലിൽ ചിത്രീകരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ സിനിമയിൽ ചിത്രീകരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും റിയൽ ലൈഫിൽ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനാണല്ലോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. റിയൽ ലൈഫിൽ എല്ലാവരും സുന്ദരന്മാരും സോക്കോൾഡ് സൗന്ദര്യം വേണം എന്ന് ഒരു നിർബന്ധമില്ല. സാധാരണ ജീവിതമല്ലേ പോർട്രേ ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിവുള്ള ആളാണോ അതല്ലേ നോക്കണ്ടേ. അത്തരം മാറ്റങ്ങൾ തീർച്ചയായിട്ടും പറ്റും. അതിന് ഈ പറഞ്ഞ പോലെ സുന്ദരി എന്ന് പറഞ്ഞ സീരിയല് അതൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സീരിയലാണ്. തീർച്ചയായിട്ടും. കാരണം എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൂടിയാണ്. കാരണം നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടക്കും ഒരു കാര്യത്തിൽ. ഇപ്പൊ മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനെ വലിയ പ്രശ്നമില്ല, കളറും അല്ലെങ്കിൽ അങ്ങനെ വലിയ നോക്കുന്നില്ല എന്നാണ് എന്റെ ഒരു. പക്ഷെ ഇതിന് മുൻപും
ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല, സീരിയലിന്റെ പേര് പറയുന്നില്ല, അത്തരം സീരിയലുകൾ വന്നപ്പോഴൊക്കെ പേരായിട്ടുള്ള ആൾക്കാരെ പിടിച്ചിട്ട് ഇവര് സ്കിൻ ടോൺ ഡൗൺ ചെയ്യിപ്പിക്കുന്ന അത്തരം ട്രെൻഡുകൾ തീർച്ചയായിട്ടും മാറണമല്ലോ. നീ പറഞ്ഞ സുന്ദരി ഒരു എക്സെപ്ഷൻ ആണ്. അവസരം എല്ലാവർക്കും കൊടുക്കണം, എങ്കിലാണ് നമ്മൾ എന്താ പറയാ കഴിവുള്ളവരെ നമ്മൾ കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഇപ്പൊ എനിക്ക് കഴിവുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, സത്യം പറയാം, അല്ല കഴിവുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീരിയൽ ഇത്രയും ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് അതിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഫെയർ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണേലും നമുക്ക് ആർക്കും മനസ്സിലാവത്ത് കൂടിയില്ല ശരിക്കും. പക്ഷെ എന്റെ കാര്യമല്ല. പിന്നെ വെച്ചാൽ ഇതിനകത്ത് എനിക്ക് അധികം മേക്കപ്പ് അങ്ങനെ കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു, സുന്ദരി ശരിക്കും കറുത്തിട്ടാണ്. അത് അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. അപ്പം അത് ഇപ്പോഴുള്ള ഒരു ടോക്കാണ്, സുന്ദരി ശരിക്കും വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോക്ക് എല്ലാവരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഓരോ ഇന്റർവ്യൂ കാര്യങ്ങളും കൊടുക്കുമ്പോഴും അവരതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇന്ന കളറാണ് ഈ കുട്ടി ഇങ്ങനെയാണുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഇത്ര കഴിവുള്ള കുട്ടികളും ഈ പറഞ്ഞ സ്കിന്നിന്റെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല. ഇത്തരം മുന്നോട്ട് വന്ന് ഇപ്പൊ മരീനെ പോലുള്ള കഴിവുറ്റ കലാകാരികളെ നമ്മൾ കിട്ടണമല്ലോ. അപ്പൊ നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവാണ്. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാവങ്ങൾ നോക്കുന്ന നടക്കണ്ട കണ്ട സത്യം ഇദ്ദേഹം നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിന്റെ ഈ പേപ്പറിന്റെ ഉള്ളില് കുറച്ച് നടന്മാരും നടിമാരൊക്കെ ഉണ്ട്. ഇല്ല ഇല്ല, കുറച്ചുകൂടി നല്ല ആൾക്കാരാ. അപ്പൊ എന്തായാലും ഞാൻ കാണാം. ഓക്കെ, ഈ പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കുട്ടിക്ക് നേരെ കാണിക്കുക, എന്നിട്ട് ഞാൻ അത് ആക്ഷൻ കാണിച്ചിട്ട് അയാളെ കൊണ്ട് പറയും. അതാണ് ട്രിക്ക്. മനസ്സിലായില്ലേ? ഗിഫ്റ്റ് ഒക്കെ തരണം കേട്ടോ. ഗിഫ്റ്റ് ഉണ്ട്. ജയിക്കുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ജയിച്ചില്ല, പിന്നെ കിട്ടി ജയിച്ചു. പണിഷ്മെന്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് തരും. ഓക്കെ, പണിഷ്മെന്റ് നന്നായിട്ട് ചെയ്താ. അപ്പൊ സെറ്റ് ആണോ? ആ നായകൻ നിങ്ങൾ അഭിനയിച്ച് കാണിച്ച ഓപ്പോസിറ്റുള്ള ആളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക്. സൂപ്പർ അല്ലേ? ആദ്യ കുട്ടി നോക്കാരെ അദ്ദേഹത്തെ മുന്നിലേക്ക് നോക്കിക്കോളൂ. അയ്യോ, അത് കാണാം. പക്ഷെ ഞാൻ കണ്ടില്ല, സത്യമായിട്ടും കണ്ടില്ല. സത്യമായിട്ടും കണ്ടിട്ടില്ല. ഒറ്റ മിനിറ്റ്, ഇപ്പൊ കാണത്തില്ല. ഇനി കാണിച്ചോ. ശരിക്കും സത്യമായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. കണ്ടിരുന്നെങ്കിൽ നന്നായിട്ട്. ഇല്ല, ഞാൻ കണ്ടില്ല. പുള്ളിക്കാരിയെ കൊണ്ട് പറയിപ്പിക്കണം. എങ്ങനെയാ വാ തുറക്കാതെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് കാണിക്കുന്നു. അതെ, ഇവരുടെ ക്ലാസ് മാറ്റാൻ ശരിയടിക്കണ്ട, ആത്മാർത്ഥത. ഓൾറെഡി കണ്ട്. ഇല്ല, സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ക്ലാസ് വെച്ചേ നന്നായിരിക്കും പിന്നീട്. ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള ആളാണോ? ഇവിടെ ഉണ്ടാ? ഇവിടെ ഇല്ല. സുന്ദരി ലേഡിയാണോ അങ്ങനെയാണോ? അത് ലേഡിയാണോ ആണാണോ എന്നൊക്കെ ഉള്ളതൊക്കെ ലേഡിയാണ്. കറക്റ്റ്. നല്ല ഹൈറ്റ് ഉണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, മിണ്ടാതെ ഉരിയാടാതെ ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കണം. ഇപ്പൊ ഉള്ള ഫേമസ് ആയിട്ടുള്ള ശോഭന, മഞ്ജു വാര്യർ. നോക്കരുത്, അടുത്ത നോക്കരുത്. ആസാനിത അടുത്ത ഞാനല്ലേ? അടുത്തതാണ്. അല്ല, ഞാൻ കാണിക്കണം. ഇവനല്ലേ കാണിക്കണ്ടേ? ഞാനല്ല ആക്ഷൻ കാണിക്കണ്ടേ? തെറ്റരുത് കേട്ടോ. കണ്ടോ? ബ്ലാക്ക് ഷർട്ട് മാത്രം മേളിൽ കണ്ടില്ല. സീരിയസ് കറക്റ്റ് ആണ് പിടിക്കാൻ നോക്കിയേ. ഇങ്ങനെ പിടിച്ചോ. ഇപ്പൊ കണ്ടല്ലോ, നീ കണ്ടല്ലോ. ഇനിയിപ്പോ ഞാൻ പിടിക്കണല്ലോ. വേണ്ട, പിടിക്കണ്ട. ഇവിടെ കണ്ടല്ലോ. അവിടെ കണ്ടു. സൂപ്പർ ആയിട്ട് കാണിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ എഴുന്നേറ്റ് എങ്ങോട്ട് പോകുന്നു? എണീക്കുമ്പോ പറയണം. എണീക്കല്ലേ? ഒറ്റ പോക്ക അങ്ങോട്ട്. അദ്ദേഹത്തിന് ഏതെങ്കിലും കഥാപാത്രമൊക്കെ ആയിട്ട് അനുകരിച്ച് കാണിക്കൂട്ടി. അതാണ് ഞാൻ നോക്കിയത്. മറ്റേ കുഞ്ഞിക്കുനാണ് ദിലീപേട്ടൻ. ഇപ്പൊ ടെക്നിക്ക് പിടി കിട്ടിയ ഏത് കഥാപാത്രങ്ങളായിട്ട് ക്ലൂ കൊടുത്താൽ മതി. അടുത്ത ആള്. ഞാൻ
നാട്ടുകാരെ നിങ്ങൾ കണ്ടല്ലോ. നാട്ടുകാർ കണ്ടു. ഞാനല്ലേ കണ്ടത്. തല തിരിച്ചു പിടിച്ച കുട്ടി ഇങ്ങനെ അങ്ങനെ അങ്ങനെ അവിടെ വേണം കാണിച്ചോ. ഈ ക്യാമറയ്ക്ക് വേണമെങ്കിൽ കണ്ടോ. മടക്കിയോ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ. ഇപ്പൊ ഇദ്ദേഹവും പണിഷ്മെന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ. ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് നമ്മൾ സംസാരിച്ചതാ. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്തപ്പോ പറഞ്ഞ ആളാണോ ബാക്കി ഇന്റർവ്യൂ? അതെന്തത്? വലിയ നടനാണ്? അല്ല, കുഞ്ഞു നടനാണ്. അതുമല്ല, ഇടയിലുള്ള ലിസ്റ്റ് പറയണോ ഇപ്പൊ? ടോവിനോ? എന്ത് അങ്ങനെ എല്ലാ നടന്മാരുടെ പേരൊക്കെ പറഞ്ഞാ സന്തോഷ് പണ്ഡിറ്റ്. സിനിമ പറ. അദ്ദേഹം കാണിച്ചത് കറക്റ്റാ. അദ്ദേഹം തന്ന ക്ലൂവും കറക്റ്റാ. എന്ത് ക്ലൂ തന്നു? അത് ഞാൻ പറയുന്നത് എങ്ങനെയാ? ഇന്റർവ്യൂ. ഇന്റർവ്യൂ എടുത്ത സംസാരം. ഒരു വ്യക്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, അല്ലാണ്ട് സംസാരിക്കാതിരിക്കുന്നതല്ല. എന്റെ കളക്ടറെ ഇന്റർവ്യൂ ആയിട്ടുള്ള എന്ത് തീർന്നു. മൈക്ക് പ്രസംഗിക്കുന്ന പോലീസ്, കളക്ടർ, രാഷ്ട്രീയക്കാര്, പാട്ടുകാരൻ. അതന്നെ. ചെറിയ പാട്ടുകാരനാ. 11 പാട്ട്. പാട്ടുകാരനാണോ? അതന്നെ. കുഞ്ഞു പാട്ടുകാരൻ. 1 2 ജൂനിയർ. ജൂനിയർ NTR. ഈ കുട്ടിയെ എന്താ ചെയ്യണ ദൈവമേ? ജൂനിയർ സിംഗർ. നീ പാട്ടുകാരെ അങ്ങേര് ജൂനിയർ, സീനിയറും ജൂനിയറും. ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ശ്രീനിവാസൻ അതാ നല്ലത്. അല്ലെങ്കിൽ ഇന്റർവ്യൂ സ്റ്റാർ എന്ന് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്. ഇന്റർവ്യൂ സ്റ്റാർ ഞാൻ കണ്ടിട്ടില്ല. അതവളുടെ തെറ്റ്, വേറെ ആരും തെറ്റല്ല. ഞാൻ സിനിമാപരമായിട്ട് ചിന്തിക്കുക. ദൈവം ഇനിയിപ്പോ യേശുദാസിനെ സിംഗറിന്റെ അനിയൻ. സിംഗറിന്റെ അനിയൻ. അതാരാ? ഓക്കെ. ഇനി താങ്കളല്ലേ കാണിക്കണ്ടേ? തീരുമാനിക്കട്ടെ. നീയല്ലേ കാണിക്കുന്നേ? രാശിയുള്ള നടിയാണ്. എനിക്ക് കാണിക്കാനാണോ നീ? നിനക്ക് നീ കാണിക്കണോ? മടക്കി വെച്ചോളൂ. എല്ലാരും കണ്ടല്ലോ അല്ലേ? പിടി. കട്ടോ? സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട്. ഡയറക്ടർ. ഫിലിം ചെയ്ത കുട്ടിയായിരുന്നു. പെണ്ണ്, ലേഡി, സിംഗർ, എഡിറ്റർ ആയിരുന്നു കുട്ടി. എഡിറ്റർ. ഓഹോ, നിങ്ങൾ പറഞ്ഞ ക്ലൂ നമ്പർ. ലേഡി. തയ്യലോ? തയ്ക്കുന്ന കുട്ടിയാന്ന്. കട്ട് നല്ലാണ്ട് വേറെ ഞാൻ പറയണ്ടേ? മുറിക്ക. മുറി ഇവിടെ. മുറി. മുറിക്കുന്നു. നീ വിട്ടോ? ഇത് ഈ കുട്ടിയെ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ നന്നായിട്ട് അഭിനയിച്ചു. നല്ല ഭാവം.
അതന്നെ എനിക്കും പറയാനുള്ളൂ. അതിൽ കൂടുതൽ നന്നായിട്ട് അഭിനയിച്ച് കാണിക്കാൻ പറ്റത്തില്ല. ഇല്ല, അത് നടക്കില്ല. നടക്കുന്ന ലക്ഷ്യം ഞാൻ കാണുന്നില്ല. ഹണി റോസ് ആണോ? ഇനാഗുറേഷൻ ആകുട്ടി കാണിക്കുന്നത്. അങ്ങനെ പറയണ്ട. ഹണി റോസ് നിങ്ങൾക്ക് കാണിക്കാൻ അല്ല, എനിക്ക് അദ്ദേഹം ചോദിച്ച ഉത്തരമായിരിക്കും തയ്യൽക്കാരിയാണോ? അതെനിക്ക് ഇഷ്ടപ്പെടും. തയ്യൽക്കാരിയാണോ? ആ കമന്റ് ആയിരിക്കും ഏറ്റവും ഇഷ്ടമായത്. എന്തായാലും കൊള്ളാം. നമ്മൾ പറഞ്ഞു ഇനാഗ്രേഷൻ പൈസ മേടിക്കുന്നു. ലാസ്റ്റ് ഫൈനൽ ഒരാളും കൂടെ ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞ റൗണ്ട് അവസാനിപ്പിക്കുകയാണ്. തല തിരിക്കുക. കാണിക്കാൻ ഇഷ്ടം പോലെ. മിമിക്രി ചെയ്യൂ താങ്കൾ? മിമിക്രി ചെയ്യുന്ന ഓടത്തിലാണോ? ചെയ്യൂല. ആരുടെ ചോദിക്കണേ? ചോദിക്ക് വേഗം, സമയമില്ല എനിക്ക്. ഞാൻ മിണ്ടരുതല്ലോ. ഇത് കാണിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഫാൻസ് ഉള്ള ആളാട്ടോ. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര. സിക്സർ. സോറി, അത് എന്റെ വായിന്ന് പോയതാ. ഇനി ഇതുമായിട്ട് ലേറ്റ് പ്രേക്ഷകർ ഇതുപോലത്തുള്ള ആൾക്കാരെ കിട്ടാന്നുണ്ടെങ്കിൽ എല്ലാ ഗെയിംസും നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ജയിക്കാവുന്നതാണ്. കാരണം മുദ്രയിലൂടെ നമുക്ക് ഓപ്ഷൻസ് തരുന്നതായിരിക്കും. സോറി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് മാൻ. ഇനിയിപ്പോ പറ, നിങ്ങളുടെ സീരിയൽ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, ഏതാണ്ട് ക്ലൈമാക്സോട് അടുക്കുന്നു അല്ലേ? നിങ്ങളുടെ ഭാവി പരിപാടികളെ പറ്റി എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാകും. സീരിയൽ നിർത്തി IAS പഠിക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ. അല്ല, ആ ബുദ്ധിയുടെ ഒരു വളർച്ചോണ്ടേ ബുദ്ധിയുടെ വളർച്ച എന്തായാലും പോകാൻ പറ്റില്ല എനിക്കറിയാം. സീരിയല് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താന്ന് പ്ലാൻ ചെയ്തിട്ടില്ല, നോക്കുന്നുണ്ട്. നല്ല പ്രൊജക്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഇൻഡസ്ട്രിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തീരുമാനിച്ചില്ലേ ആദ്യത്തെ പ്രൊജക്ടിന് ശേഷം? അങ്ങനെ അതെ, സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുണ്ട്. അതായത് നല്ല നല്ല പ്രൊജക്ട് വരുമ്പോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, സൂപ്പർ. അവിടെയോ? അവിടെ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? പുതിയ വർക്കുകളെ പറ്റി, ഒരു ബമ്പർ ഓഫറുകളെ പറ്റി. സംഭവം വെച്ചാല് ഞാൻ ആക്ടിങ് തന്നെയാണ് നോക്കുന്നത് കൂടുതലും. ഇനിയിപ്പോ എന്റെ ആഗ്രഹം എന്ന് വെച്ചാല് സിനിമ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കണമെന്നില്ല. കാര്യം ഇതേപോലെ കുറെ ദിവസം നിന്നിട്ടാണ്, കുറെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ സീരിയലിലേക്ക് പിന്നെ വീണ്ടും അങ്ങനെ കയറിയത്. അപ്പം വീണ്ടും ഏതാണോ ബെറ്റർ ആയിട്ട് കിട്ടുന്നത്, സീരിയൽ ആണെങ്കിൽ സീരിയൽ, അല്ലെങ്കിൽ ഫിലിം ആണെങ്കിൽ ഫിലിം. എന്തായാലും ആക്ടിങ് തന്നെ സിനിമയിൽ എത്തട്ടെ. ഈ പറഞ്ഞ പോലെ വലിയൊരു നടനായിട്ട് ധ്യാൻ ശ്രീനിവാസനെ പോലെ നമ്മൾ ഇവിടെ കണ്ട അടുത്ത ഇന്റർവ്യൂവിൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ നമുക്ക് കാണിക്കാൻ പറ്റട്ടെ. ഇത് കാണിച്ചില്ല, ഞാൻ കാണിക്കാതിരുന്നതാ. പോലും എനിക്ക് മനസ്സിലായി. ഇവൻ സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവന് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട്. കാരണം ഒരു ചെയിൻ പോലെ ആൾക്കാർ കിടക്കുക അവിടെ വരെ. ഇവന്റെ രണ്ട് കാലും ഒന്നാമത്തെ ആള് താങ്കൾ. അങ്ങനെയല്ല, ഇപ്പൊ സിനിമയിൽ കയറണം ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. എനിക്കിപ്പോ വലിയ അങ്ങനെ സിനിമയിൽ തന്നെ നിൽക്കണം അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. നല്ല നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും നല്ല കഥ, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇവന്റെ കാലിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം ഇവന്റെ ആഗ്രഹം പോലെ വലിയൊരു സിനിമ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടുമോ? ഇത്രയൊക്കെ കിട്ടിയില്ലേ? ഒന്നും അല്ലാതെ ഉയരട്ടെ, ഉയരങ്ങളിലേക്ക് എങ്ങനെ പോകട്ടെ. ഈ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. നാളെ ഒരു അവസരത്തിലേ ബിഗ് ബോസിലേക്ക് രണ്ടുപേരെയും ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഭാഗത്തെ റെസ്പോൺസ് എനിക്ക് തോന്നുന്നില്ല 10 എപ്പിസോഡ് ആകുമ്പോഴേക്കും നിർത്തും. കാരണം എനിക്ക് അത്ര ഉറപ്പുണ്ട് ഞാനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ റിയൽ ആയിട്ട് പെരുമാറുന്ന ആൾക്കാരല്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് താങ്കൾക്ക് എന്തായാലും അത് കാരണം വേറൊന്നല്ല. ഇപ്പൊ എന്റെ അടുത്ത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വേറെ, അതായത് ഞാൻ ഇപ്പൊ ഫസ്റ്റ് കാണുമ്പോ എങ്ങനെയാണ് അതുപോലെ തന്നെ ലാസ്റ്റ് വരും. അതായത് ഒരു മാറ്റവും ഇല്ല. കാരണം അത് ഞാൻ അങ്ങനെയാണ്, അതാണ്. അല്ലാതെ സ്റ്റാർട്ടിങ് ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിക്ക്, അല്ലെങ്കിൽ അത് ലാസ്റ്റ് ആകുമ്പോ വേറെ രീതിയിൽ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞ മിക്കവാറും ഞാൻ 100 വരെ കാണുന്നില്ല. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് മനസ്സിലായത് താങ്കൾ റിയലാ. എല്ലാ ഇന്റർവ്യൂസിലും ഇതേപോലെ തന്നെയാണ്. നമ്മള് ജാഡിയോ ആറ്റിറ്റ്യൂഡോ ഒന്നുമില്ല, നല്ല കുട്ടിയാണ്. ഇതുപോലെ സാനിഫൻ പറഞ്ഞ പോലെ ബിഗ് ബോസിന്റെ ഒരു ഓഫർ 25 എപ്പിസോഡ് എടുക്കുള്ളൂ. അങ്ങനല്ല ഞാൻ പറഞ്ഞാല്, ഇപ്പം ഭയങ്കരമായിട്ട് സംസാരിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു പരിധി വരെ ചിലപ്പം കുറവായിരിക്കും. ഇപ്പൊ അങ്ങനെ അല്ലായിരുന്നല്ലോ. അല്ലല്ല, ഒന്ന് സെറ്റായി വന്ന
ഞാൻ നല്ലോണം നിൽക്കും, നല്ലോണം സംസാരിക്കും, അതെ. നല്ലോണം ആക്റ്റീവ് ആയിരിക്കും. എനിക്ക് എന്റേതായ കുറച്ച് ആൾക്കാർ വേണം. എന്നുവെച്ചാ നമ്മള് ഇപ്പം ബ്രോനെ പരിചയമുണ്ട്, നല്ല രീതിയിൽ പരിചയമുണ്ടെന്നല്ല, പക്ഷെ നമ്മൾ ഒരാളെ മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും കണ്ട പോലെ ഒരു ഫീൽ ഉണ്ടാവും, കുറെ നാളായിട്ട് പരിചയമുള്ള ആ ഒരു ഫീൽ ഉണ്ടാവും. ആ ഫീൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വൈബായിരിക്കും. ഓക്കെ, ഇതുപോലെ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ഇതേപോലെ നമ്മൾ കത്തിക്കയറും. എന്നാലും ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരും സ്നേഹിൽ കാണാൻ പറ്റിയ പോലെ. ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു ഓഫർ വരുന്നു എന്ന് പറയുന്നുണ്ട്, എവിടെയൊക്കെയോ നിങ്ങൾ നായകനും നായികയായിട്ട് ഒന്നിക്കുന്ന ഒരു സീരിയൽ സംഭവിക്കട്ടെ. അത് ചിലരിങ്ങനെ പറഞ്ഞായിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ ലൊക്കേഷൻ ഉണ്ട്, കാരണം എന്തായാലും സെപ്പറേറ്റ് ആയില്ല രണ്ടുപേരും, അപ്പം അങ്ങനെ ലൊക്കേഷനിൽ ആരും സംസാരിക്കുന്ന ഞാൻ കേട്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. ഉടനെ സംഭവിക്കട്ടെ. ഈ പറഞ്ഞ പോലെ വലിയ ലക്ഷ്യം സിനിമയാണെന്ന് എനിക്കറിയാം. ആ സിനിമ എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. ആൻഡ് സുന്ദരി, ഈ സുന്ദരി എന്നുള്ള പേര് ജീവിത അവസാനം വരെ നിലനിൽക്കട്ടെ, അത്രയും പ്രേക്ഷകർ തന്നെ മനസ്സിലേക്ക് എടുക്കട്ടെ. ഒരുപാട് സന്തോഷം. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകാൻ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ. സുന്ദരി സുന്ദരനായിട്ട് ലൈഫ് ലോങ് ഇരിക്കാൻ പറ്റട്ടെ. ഇപ്പൊ ഉള്ള ആൾക്കാർ സ്നേഹിക്കുന്ന കുഴപ്പമില്ലല്ലോ. അല്ല, അങ്ങനെയല്ല, സുന്ദരി ഇതുപോലെ തന്നെ ഇരിക്കാൻ പറ്റട്ടെ ലൈഫ് ലോങ്. ഇപ്പൊ സ്നേഹിക്കുന്ന പോലെ തന്നെ ലൈഫ് ലോങ് എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നില്ല. പിന്നെ ഒരു രീതിയിലും പ്രശ്നട്ടാ. ഇപ്പോഴെങ്കിലും മനസ്സിലായത് ശരിയാ, മറ്റേ സംഭവം അഭിനയിച്ചു വല്ലിപ്പിക്കാൻ ഈ കുട്ടിയുടെ ഒക്കെ മുഖത്ത് നോക്കി ശരിയാ, പ്രേമൊന്നും വരില്ല. പ്രേമം വരത്തില്ല. ദേഷ്യപ്പെടാന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അത്രയും ദേഷ്യം വരണം. അത് അത്രയും ദേഷ്യം വന്നാല് സീൻ പോലും വരും. ഇപ്പൊ നമ്മള് ഈ സീൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ബുദ്ധിമുട്ട് ഈ നമുക്ക് ദേഷ്യപ്പെടാനൊക്കെ. അപ്പൊ ദേഷ്യം വരാൻ വേണ്ടി ചിലപ്പോ എന്നെ തല്ലുമൊക്കെ ചെയ്യും. സാനിഫിന്റെ കാര്യമില്ല, ഞാൻ തല്ലിക്കും, തല്ല് മേടിക്കും ദേഷ്യം വരാൻ വേണ്ടിട്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ പറയും എന്നെ പറ്റി ലൈക്ക് എന്തെങ്കിലും കളിയാക്കാൻ പറയും, അപ്പൊ എനിക്ക് ദേഷ്യം വരും. അല്ലാതെ നമ്മള് പോയിട്ട് ഇപ്പൊ ഇരിക്കുന്ന പറഞ്ഞാൽ ഇത്ര നേരം ഞാൻ ക്യാമറ നോക്കി സംസാരിച്ചിട്ട് പെട്ടെന്ന് അറിയാവുന്ന മുഖത്ത് നോക്കി കയ്യിൽ പോയി. പണ്ട് ടീച്ചറൊക്കെ നമ്മളെ തല്ലാൻ നേരത്തുണ്ടല്ലോ, എനിക്ക് ടീച്ചർ തല്ലാൻ നേരത്തെ ചിരി വരും. ചിരി വരുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇറിറ്റേഷൻ വരും. അപ്പൊ ഞാൻ ചെയ്യുന്ന സാധനം എന്നെ തന്നെ ആ ട്രിക്ക് ഈ പറഞ്ഞ പരീക്ഷിക്കുന്നതായിരിക്കും നല്ലത് കുട്ടി. അപ്പൊ ഒരുപാട് സന്തോഷം, ഒരുപാട് 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 സന്തോഷം. എനിക്ക് ഇന്റർവ്യൂല് വരുന്നതിന് മുന്നേ ചെറിയൊരു പേരുണ്ടാവും, എങ്ങനെ ഇന്റർവ്യൂ കൊണ്ടുപോകുന്ന ചെറിയൊരു പേരുണ്ടായി. കാരണം അപ്പൂസ് പറഞ്ഞിരുന്നു സാനിഫ് അധികം സംസാരിക്കാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല കേട്ടോ എന്നുള്ളത്. പക്ഷെ രണ്ടുപേരും ഒരുപോലെ സഹകരിച്ചു. താങ്ക് യു സോ മച്ച്, ഇറ്റ് വാസ് ഫൺ. താങ്ക് യു. കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഗിഫ്റ്റ് പോരട്ടെ. അപ്പൂസേ, ഗിഫ്റ്റ് ഈ പറഞ്ഞ സ്നേഹം മാത്രം കൊടുകൈ. താങ്ക് യു മാൻ, താങ്ക് യു സോ മച്ച്.